പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഉച്ചകഴിഞ്ഞ സമയത്തിനായി നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. രാവിലെ മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. കർത്താവേ, രാവിലത്തെ സെക്ഷനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നിങ്ങളോട് ഇടപെട്ടു, സംസാരിച്ചു. കർത്താവേ, ഉച്ച കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ യൂത്ത് സെക്ഷനായി ദൈവസന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, വെറും പേരിനോ പെരുമയ്ക്കോ ഹല്ലേലൂയ ചടങ്ങിനോ അല്ല. കർത്താവേ, ഈ സെഷൻ കർത്താവേ ഞങ്ങളുടെ യുവജനങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ഒരു വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, നശിച്ചു പോകുന്ന ലോകത്തിൽ ഹല്ലേലൂയയുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം, ദൈവ കൃപ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണം, തിരുകൃപയിൽ പൊതിയണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം സൂക്ഷിക്കുന്ന ദൈവദാസനം ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവം സഹായിക്കണം. നിന്റെ കൃപയിൽ പൊതിഞ്ഞ് ഹല്ലേലൂയ ആത്മാവിൽ ദൈവിക ആലോചന നിങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാട്ട ആരാധനയെല്ലാം ദൈവനാമത്തിനുണ്ടായി തീരുവാൻ ദൈവം ഇടയാക്കണം, തിരുകൃപയിൽ പൊതിയണം. ദൈവസനിലായിരിക്കട്ടെ, കൃപയിൽ മറച്ചാട്ടെ. മാനവും ബോധം എടുത്താട്ടെ. പ്രാർത്ഥന എടുത്തനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തുടർന്ന് സംഗീതാരാധനയ്ക്കായിട്ട് യൂത്ത് കൊയറിനെ, സ്വാം മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കൊയറിനെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. Praise God. ക്ഷീണമില്ലാത്തവരെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ, come on. കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise God. Hallelujah. ആരാധിക്കുമ്പോൾ ജയം തരുന്ന നല്ലവനായ കർത്താവിനെ, ആരാധിക്കുമ്പോൾ ശത്രുവിൻ്റെ ശക്തികളെ എല്ലാം തകർക്കുന്ന ആ കർത്താവിനെ, ഹല്ലേലൂയ, നമ്മുടെ മധ്യേ ആത്മാവിൻ്റെ സാന്നിധ്യം പകരുന്ന ആ നല്ല കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഘോഷമുയർത്താം കർത്തനാമത്തിൽ തൻ കീർത്തി പാടാം നാം ഒന്നായി. ജയഘോഷമുയർത്താം കർത്തനാമത്തിൽ തൻ കീർത്തി പാടാം നാം ഒന്നായി. കരഘോഷമുയരട്ടെ യേശുവിനാ, നമ്മുടെ വീരനാം ദൈവത്തിനാ. കരഘോഷമുയരട്ടെ യേശുവിനാ, നമ്മുടെ വീരനാം ദൈവത്തിനാ. ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കും അവൻ. ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കും അവൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരും അവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരും അവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ.
സാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ശക്തികളെ തകർക്കുമവൻ, ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ജയഘോഷമുയർത്താം കർത്തൻ നാമത്തിൽ, കീർത്തി പാടാം നാമൊന്നായി. ജയഘോഷമുയർത്താം നാമത്തിൽ, കീർത്തി പാടാം നാമൊന്നായി. കരഘോഷമുയരട്ടെ യേശുവിനാ, നമ്മുടെ വീരനാം ദൈവത്തിനാ. കരഘോഷമുയരട്ടെ യേശുവിനാ, നമ്മുടെ വീരനാം ദൈവത്തിനാ. എല്ലാവരും ചേർന്ന് ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കുമവൻ. ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കുമവൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ. ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കുമവൻ. ആരാധനയിൽ ജയം തരും സ്തുത്യനാം ദൈവം, ശത്രുവിന്റെ ശക്തികളെ തകർക്കുമവൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ആത്മസാന്നിധ്യം നമ്മിൽ പകരുമവൻ, ആശ്രയിപ്പാൻ യോഗ്യനാമൻ യേശുപരൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയരുത്, ദയവേത് പ്ലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയട്ടെ. അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. മറ്റെല്ലാ ചിന്തകളും ഒന്ന് വെടിഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി നമ്മുടെ മധ്യ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ ഹല്ലേലൂയ. അല്പസമയം ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഓ ആരാധന
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റശമനഹതുരാദനദരഗതിയാന്തരാദനാരഗമ റബശ്യാന്തരാദനരഗതിയാന്തര അൽഖമനഗരഗശ്യമനാദനാരഗതിയാന്തര അതലഗരഗമനഗശ്യാന്തരാദനദരഗതിയ. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് ആരും മൗനമായ ഹോളിനുള്ളിൽ നിൽക്കരുത്. ഓ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ കരുതുന്നവൻ, നിന്നെ പുലർത്തുന്നവൻ. ഓ ഹല്ലേലൂയ. നിന്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ഹല്ലേലൂയ നിന്നെ വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ. ആശ്രയിപ്പാൻ യോഗ്യനായ ആ നല്ല കർത്താവിനെ ഓ ഹല്ലേലൂയ നമ്മുടെ അധരങ്ങൾ തുറന്നു സ്തുതിക്കുമോ? Thank you, Jesus. Hallelujah. Thank you, Jesus. We praise you, Lord. Oh, yes, Lord. എല്ലാ കണ്ണുകളും അടയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പകരാം. ഹല്ലേലൂയ. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഉറപ്പോടെ പറഞ്ഞ പൗലോസിന്റെ ഒരു പ്രത്യേകത, തൻ്റെ ഏതവസ്ഥയിലും തൻ കർത്താവിനെ സ്തുതിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും അവരുടെ അവസ്ഥകളൊന്നും നോക്കാതെ, അവർ എവിടെയായിരിക്കുന്നെന്നോ അവരുടെ ഏത് അവസ്ഥയിൽ അവർ ആയിരിക്കുന്നെന്നോ ഒന്നും നോക്കാതെ അവർ ദൈവത്തെ സ്തുതിച്ചു, അവർ ദൈവത്തെ പാടി ആരാധിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഇരുളിൻ്റെ അവസ്ഥകളായിരിക്കട്ടെ. മുമ്പോട്ട് എങ്ങനെ പോകും എന്ന് അറിയാൻ കഴിയാത്ത ഒരവസ്ഥ. ഹല്ലേലൂയ. അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ള ഒരവസ്ഥ. എങ്കിലും ആ സമയത്ത് എൻ്റെ കർത്താവിനെ സ്തുതിക്കുവാൻ നിനക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ നിന്റെ മുമ്പിൽ വാതിലുകളെ തുറക്കുന്നവൻ, ഹല്ലേലൂയ, നിന്റെ മുമ്പിലുള്ള എല്ലാ ഭയങ്ങളെയും നീക്കുന്ന കർത്താവ് അവനിവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? ഓ യെസ് ലോർഡ്, താങ്ക് യു ജീസസ്. ആശ്രയിപ്പാ സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. എല്ലാ കരകളും സ്വർഗത്തിലേക്ക് ഉയരണം. ഓ ഹല്ലേലൂയ. നിന്റെ മുമ്പിലുള്ള അവസ്ഥകൾ മാറ്റി ആ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നിനക്ക് കഴിയുമോ? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നവൻ, നിന്റെ ഇരുളിന്റെ അവസ്ഥകളെ മാറ്റുന്ന കർത്താവ്. ഓ എന്റെ യേശു ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നിന്നെ തൊടുവാൻ. ഓ ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ. ഓ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ
കൂടെ ഉണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ എന്നെ കരുതും. എന്നെ കരുതും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. വിശ്വാസത്തോടെ എന്നെ കരുതും എന്നും പുലർത്തും യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക. കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോ. ആശ്രയിപ്പാൻ എല്ലാവരും ചേർന്ന് Jesus. Hallelujah. Oh, thank you, Jesus. Thank you for your presence, Lord. വഴികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ അന്ധകാരത്തിന്റെ അവസ്ഥകളും മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. Right now, in Jesus' name. Power of God. Power of God. Oh yes, Lord. എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. വിശ്വാസത്തോടെ ഇരുകരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ശക്തിയോടെ. ഓ ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ അന്യഭാഷകളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് പകൽക്കാലം. ഓ ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന കർത്താവ് അവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിന്നെ വിടിവിപ്പാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ. ഓ ശക്തിയോടെ എല്ലാവരും എല്ലാവരും എല്ലാ കണ്ണുകളും അടയാതെ ഏകാഗ്രതയോടെ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാണ്.
ദൈവശക്തി വ്യാപരിക്കണം, ദൈവകൃപ വ്യാപരിക്കണം. ഓ അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ വ്യാപരിക്കണേ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഓ യെസ് 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 യെസ്. പവർ ഉടവാദാന റംദാനക ഹംദരദാനക ഉടവാശമന ഹംദാരീദ റംദരദാന ഉടഗാദാന ദേരീദ കാരാദാനേ ഉടരശേദേ പ്രീദാരാദനേ റികമനേദാനേ ശന്ദേരാദാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അഭിഷേകം വ്യാപരിക്കണേ യേശുവിൻ നാമത്തിൽ. ജീസസ് ജീസസ്. ശക്തിയോടെ ശക്തിയോടെ ദൈവപ്രവൃത്തി വ്യാപരിക്കണം. ഓ ഈ ഹോളിനെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നവരാ. സ്തോത്രം. പ്രവൃത്തി, ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി. യെസ്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, അവന്റെ മഹനീയ സാന്നിധ്യം, അവന്റെ നിറവ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പകരപ്പെടുന്ന അവസ്ഥ. ഒരഭിഷേകം വ്യാപരിക്കണം, ഒരഭിഷേകം വ്യാപരിക്കണം. ഓ ജീസസ് 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 ജീസസ്. ഓ ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ച ആ കർത്താവിനെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ശക്തിയോടെ എല്ലാവരും ചേർന്ന്. Praise God. Thank you Jesus. Praise the Lord. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഒരു ഉണർവ് നമ്മുടെ ഇടയിലേക്ക് ദൈവം അയക്കാൻ പോവുകയാണ്? ഒരു ഉണർവ് വെയിൽസിൽ ആരംഭിച്ച ഉണർവ്, അങ്ങ് പൂവത്തൂർ ആരംഭിച്ച ഉണർവ്, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ഇടയിലും ദൈവം വെളിപ്പെടാൻ പോവുകയാണ്. ആ ഉണർവ് നമ്മൾ യുവജനങ്ങളുടെ ഇടയിലും ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിനുവേണ്ടി എത്ര പേർ സമ്പൂർണ്ണമായി ദൈവത്തോട് സമർപ്പിക്കും? നിന്നെ കരുതിയ ദൈവം, നാം പാട്ടിൽ കേട്ടതുപോലെ, നാം പാടിയതുപോലെ, നമ്മെ കരുതിയ ദൈവം, ആശ്രയിപ്പാൻ ആരുമില്ലാതിരുന്ന സ്ഥാനത്തും നമ്മെ ഇത്രത്തോളം ഉയർത്തി, ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം പാടുവാൻ, ആരാധന ലീഡ് ചെയ്യുവാൻ MBA യൂത്ത് കെയറിനെ ബ്രദർ സാമാത്യു ലീഡ് ചെയ്യുന്ന MBA യൂത്ത് കെയറിനെ ദൈവം മാനിച്ചല്ലോ. തുടർന്ന് തനദാസിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തൻ്റെ കരത്താൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസൻ പാസ്റ്റർ ജേക്കബ് മാത്യു അവറുകൾ ആണ് നമ്മുടെ മധ്യയിൽ ഇന്ന് ദൈവവചന ശുശ്രൂഷിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയുവാനുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരത്തിൽ അഭിഷേകത്തിൻ്റെ ദൂതുമായി അനേക സ്റ്റേജുകളിൽ യുവജനങ്ങളുടെ ഇടയിൽ, പ്രായമുള്ളവരുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിലൊക്കെ അനേക വിവിധ മേഖലകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ്.
കേരളത്തിൽ 10ഓളം വർഷം ICPFൻ്റെ ഇൻ്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പിൻ്റെ സ്റ്റാഫ് വർക്കറായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഫ്ലോറിഡയിലുള്ള ഒർലാൻഡോയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ദാസനിലൂടെ വലിയ ദൈവപ്രവൃത്തി ഇന്ന് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. ദൈവം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ആ സമർപ്പണത്തോടെ ആ ഒരു ഏകാഗ്രതയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മളോട് ഇന്ന് ഇവിടെ ദൈവം സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോരുത്തർക്ക് സമ്പൂർണ്ണമായി നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എനിക്കറിയാം നമുക്കൊക്കെ ക്ഷീണമുണ്ട്. ഈ ഉച്ച സമയത്ത് നമുക്കൊക്കെ മയങ്ങണമെന്നൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവത്തിന് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നമ്മളോട് എന്തോ പറയാനുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തായി നമുക്ക് കാൽക്കൊൾക്കാം. പത്തിൽ വിശ്വസനീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പം ഈ ഉച്ചയോടനുബന്ധിച്ച സമയത്ത് വചനത്തിൻ്റെ പാതപെടുത്തെങ്കിലേക്ക് ഞങ്ങളങ്ങനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. അപ്പം ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത് അടിയനോടുള്ള ദൂതായി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതീ നിന്റെ ജനത്തിനോടുള്ള ദൂതാക്കി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ അഭിഷേകം ചെയ്ത ദൂതുമായി നീ എഴുന്നേൽപ്പിക്കാൻ പോകുന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രകാരം ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ, പ്രകാരം ഈ ഞങ്ങളുടെ MBAയുടെ ചീഫ് ഗസ്റ്റായി കടന്നു വരാനൊക്കെ ഇടയാക്കി തീർത്ത പാസ്റ്റർ ജേക്കബ് മാത്യു അവരുകളെ ഈ MBA യൂത്ത് സെഷൻ്റെ മീറ്റിങ്ങിലേക്ക് ഞാൻ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു. ഈ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ദാസനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. I want to thank the Lord for this wonderful time God has given me to be with you, especially as you celebrate your 10 years of anniversary. And I remember 2005, I think, I came for the MPA meeting. 2005 എന്ന് തോന്നുന്നു ഈ മീറ്റിങ്ങിൽ അല്ലേ, മാഞ്ചസ്റ്ററിൽ. in Manchester I was able to come. Now ഈ വർഷങ്ങൾക്ക് ശേഷം ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായി, ആത്മീയ കൂട്ടായ്മയായി ഇത് മാറിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹത്വം എല്ലാം കർത്താവിന് കൊടുക്കുന്നു. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. ഈ യൂത്ത് സെഷൻ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഗാഡ്ലിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എനിക്കറിയാം ഉച്ച കഴിഞ്ഞ സമയം എല്ലാം നല്ല ഉറക്കമുള്ള സമയം അല്ലേ. I know many of you got up very early in the morning, drove all the way from different destinations and came here. You're tired. ഭക്ഷണം കഴിക്കാത്ത കാര്യത്തിൽ ഇവിടെ ഇരിപ്പുണ്ടാവും, കാണുമായിരിക്കും അല്ലേ. അപ്പോൾ പകുതി ഭക്ഷണം കഴിച്ചവർക്ക് വിശപ്പുണ്ട്, കൂടുതൽ കഴിച്ചവർക്ക് ക്ഷീണമുണ്ട്, കഴിക്കാതിരിക്കുന്നവർക്ക് ആകാംക്ഷയുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെയുള്ള ഒരു സമ്മിശ്രമായ ഫീലിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അടുത്ത 5 മിനിറ്റ് സമയം ഞാൻ പ്രസംഗിക്കുന്നത് ദയവായി എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വെളിയിൽ നിന്ന് നിങ്ങളെടുത്ത് ഐ ജസ്റ്റ് വാണ്ട് യു ടു ലൂസൺ അപ്പ്. ഓക്കെ, മസിൽ പിടിച്ച് ആരും ഇവിടെ ഇരിക്കരുത്. ജസ്റ്റ് റിലാക്സ്. ഇൻ ദി ആഫ്റ്റർനൂൺ യു ആർ ടയർഡ്. ഒരപ്പച്ചൻ ന്യൂയോർക്കിൽ വന്നിറങ്ങിയപ്പം ആദ്യമായിട്ട് അമേരിക്ക വരിക. അപ്പച്ചൻ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെയൊക്കെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ട് ഒരു യങ് ഫെലോ വെന്റ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം, അപ്പച്ച എവിടെ പോവാ? പറഞ്ഞു, മോനെ ഞാൻ സാൻ ജോസിന് വന്നു. സാൻ ജോസ്. അപ്പച്ച സാൻ ജോസ് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല, സാൻ ഹോസെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാലിഫോർണിയയിലാന്ന് പറഞ്ഞു. നമുക്കറിയാം സ്പാനിഷ് പേരുകളൊക്കെ വരുമ്പം ജെ എന്ന് പറയുന്ന ഹോന്നേ പറഞ്ഞു അല്ലയോ. സോ സാൻ ഹോസയാണ് അപ്പച്ച, സാൻ ജോസ് അല്ലെന്ന്. ഇവിടെ ജെ പറയല്ലോ. ഓ ശരിയാണല്ലേ മോനെ, ജെ പറയത്തില്ല ഇവിടെ അല്ലേ. അറിയുന്നു, പറഞ്ഞ് വളരെ നന്നായിരുന്നു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഒരു സഭായം കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞ് വെളിയിൽ നിൽക്കുക. അപ്പോൾ ഒരു കളി എന്ന് ചോദിച്ചാൽ, അപ്പച്ച ഒത്തിരി നാളായാലും ഇവിടെ ആയിട്ട് ഇനി അപ്പച്ച എന്നാ പോകുന്ന നാട്ടിൽ? മോനെ എന്നാ പോകുന്നെന്ന് അറിയത്തില്ല, ഹൂണിലോ ഹുലയിലോ വല്ലതും പോകണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഞങ്ങൾ ജയ പറയുന്ന ആളുകളല്ലേ. യെസ്, ഞാൻ നിങ്ങളെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഉപദേശയുടെ പ്രസംഗത്തിൻ്റെ 1-ാം പോയിൻ്റായിട്ട് ആരും അത് എടുക്കുകയൊന്നും ചെയ്തു കേട്ടോ. Praise the Lord. This afternoon, I'm supposed to speak to young people. So this is supposed to be a youth message.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മലയാളം ഇംഗ്ലീഷ്, എനിക്ക് മലയാളം അറിയാൻ പറ്റില്ല, ഇംഗ്ലീഷും അറിയാൻ പറ്റില്ല. ജോനെ പറഞ്ഞു രണ്ടുകൂടെ ചേർത്ത് ഞാൻ പറയാൻ പോകുന്നത്. So all the young people, I'm so excited to see so many children, young people in this conference. It is such a joy. പ്രായമുള്ള ആളുകൾ ദയവായിട്ട് കയ്യൊന്ന് തട്ടി അവരെ ഒന്ന് അനുവദിച്ച്. It's such a joy to see every one of you. Okay? So pay attention. അമേരിക്ക ഞങ്ങളെപ്പോലെയുള്ള പാസ്റ്റർമാർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇവൻ ടെമ്പിൾ റൺ കളിക്കുകയാണെന്ന് സഭായത്തിനിടയ്ക്ക് എന്നാ പരിപാടികളാണ്. അപ്പം പ്രായമുള്ളവരെ ടെമ്പിൾ റൺ കളിക്കുന്നത്, അതാണ് പ്രശ്നം. ഇപ്പോൾ വേദോസൊന്നും കണ്ടിട്ടുണ്ട്, ആ കയ്യിലൊരു ചെറിയ ഇലക്ട്രോണിക് ബൈബിളും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. ഇവൻ വായിക്കുകയാണോ ഇമെയിൽ അയക്കുകയാണ് എന്താ ട്വിറ്ററാണോ ഒരു പിടുത്തവുമില്ല, ഭയങ്കര പരിപാടിയാണ്. Anyway, so glad to see, I was so excited to see our young people on fire. They're singing, clapping hands, standing up. It's such a joy. Praise God for you. Hallelujah. ഞാൻ സാധാരണ ഇവിടെ ഈ പിള്ളേരുടെ യോഗത്തിന് മുമ്പ് പാടുന്ന ഒരു കൊച്ചു പാട്ടുണ്ട്. So I want to sing it for you. Those of you know me and I have gone to different parts of the world. I sang that song. It's called Monkey Song. Well, Bible tells us that God created us in His own image. ദൈവം തൻ്റെ സാദൃശ്യത്തിൻ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. Right? പക്ഷെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, is that what you learn in school? Kids, are you all listening to me? Okay. Is that what you learn in school? No. They don't want to know those stories about Bible, God creating Adam and Eve and the garden. Those are all myth. How did man come? Scientifically, I'm going to answer പറയുന്നത്. There is a process called evolution. There was a big bang. There was this primordial soup. There was this one single cell. Out of it came everything. ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം മണ്ണുണ്ടാക്കി മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ they don't want to hear. But Sunday school വരുമ്പോൾ ടീച്ചർ പറയും, Johnny, God created us in His own image. So I'm going to sing this small chorus for you. This is for young people. This is especially a tribute to you for simply coming to this afternoon and for being alive and listening to me. Okay? This പാട്ടിനകത്ത് there is a person called Charlie. Charlie is actually Charles Darwin. Okay? Always remember, this is only a theory. Every scientific theory has been changed in at least every 100 years, 50 years. So it's still debatable. There's a lot of arguments is that there is a design, there's a designer. Things didn't just simply pop up just like that. Okay. I'll sing it for you. Well, they say 60 billion years ago, a little fish changed to tadpole, sprouted legs and grew some hands. Then it crawled out on the land, changed from reptile to a monkey, then a man. So today I took my Bible to the school, but the teacher said it was against the rule. She said my grandpa's a gorilla, my dad's a chimpanzee, my little baby brother's a baboon. Oh, did Charlie make a monkey out of you? Do you think you should be living in a zoo? Don't you know it is a lie? When it comes your turn to die, you'll find you're not a monkey but a fool. Well, I heard some far-fetched stories in my days, but the one I heard this morning take the cake. I'm looking in the mirror, checking out my rear. I can't find a tail growing any place. So I stood up to the teacher and told the class, I can swallow this baloney of our past. Evolution really stings. There's too many missing links to believe all this too much to us. Oh, did Charlie make a monkey out of you? Do you think you should be living in a zoo? Don't you know it is a lie? When it comes your turn to die, you'll find you're not a monkey but a fool. All right. Actually, I had a message that I really prepared for this afternoon.
but you have seen me probably sitting in the back going through different things. I was feeling led by the Spirit to talk to you about something very contemporary, something that is very relevant to us today. But my message is based on scriptures. And I want to tell you something, young people. Satan likes young people. That doesn't mean he doesn't like the old people, okay? എല്ലാവരും എല്ലാ പിശാചിന് ദൈവത്തിന് എല്ലാവരെയും ഇഷ്ടമാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും ഇഷ്ടമാണ്? Satan, just the opposite of it. Anytime Satan gets an opportunity to mess up the mind of a young person, he will do it. ഇപ്പോൾ എനിക്ക് ഇവിടേക്കുന്ന ക്രൗഡിൽ പേരൻസ് ഉണ്ട്, യങ് പീപ്പിൾ ഉണ്ട്. We have small children, we have youth, we have adults. ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. I want to just share with you something that has been in my heart. I've shared it in few stages. I don't know why the Spirit of God has brought that upon my heart to share that. And if I have time, I probably will share with you maybe some part of what I wanted to share today. You know, I want to take you back to the story of Daniel, the book of Daniel, the Old Testament prophet. Avade, I want to show you how Satan making a plan to systematically destroy God's people. നമുക്കറിയാം വേദപുസ്തകത്തിൽ ചില പേരുകൾ represents God or Jesus Christ, ചില പേരുകൾ പിശാചിനെ represent ചെയ്യും. Anytime you hear the word Pharaoh, what comes to your mind? ഫറവോൻ അല്ലേ? നമുക്ക് പാട്ടുന്നുണ്ട്, ഫറവോൻ ഞാൻ ഇനി എന്ന് പറഞ്ഞാൽ ഫറവോൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വന്ന ഉടനെ ചിന്ത പിശാച. There's another name in the Old Testament called Nebuchadnezzar. Nebuchadnezzar എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിന്ത ആരുടെ ചിന്തയാ? പിശാചിൻ്റെ ചിന്ത. ദൈവമക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പിശാചിൻ്റെ പരിപാടി. Now this man was an intelligent person, very smart guy. നമുക്കറിയാം ഓരോ നൂറ്റാണ്ടിലും ജീവിച്ചിരിക്കുന്ന ആളുകൾ വളരെ ബുദ്ധിയുള്ളവരാണ്. വേദവസവും പറയുന്നത് കർത്താവ് വരുന്ന സമയത്ത് നോളജ് എക്സ്പ്ലോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലയോ? ശരിയല്ലയോ? ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് 2 പെൺമക്കളുണ്ട്. എൻ്റെ ഇളയ മകള് ഇങ്ങനെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ഭയങ്കര ഷാർപ്പാണ്. എന്തെങ്കിലും സാധനം ബ്രേക്ക് ഡൗൺ ചെയ്താൽ എനിക്ക് അവളെ വിളിക്കേണ്ടി വരും. ഇപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിലില്ല, ഷീ ഈസ് ഇൻ കോളേജ്. സോ ചിലപ്പോൾ അവിടെ ആണെങ്കിൽ ഞാൻ വിളിക്കും, മോളെ ഇതെങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്ത്, എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. And she actually takes me through this step. All I'm trying to say that your children are so smart than you. ഇല്ലയോ? നമുക്ക് ഇവരോട് ക്യാച്ചപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ആരുണ്ടൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല ശരിയാണെന്ന്. ഇനി അടുത്തൊരു ടെക്നോളജി വരും. ഞാൻ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ പ്രായമുള്ളവരുടെ ബ്രെയിനൊക്കെ സ്ലോയാണ്. അപ്പം നമ്മളെ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമ്മുടെ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നു. അത് വന്നിരുന്നത് നല്ലതല്ല വാസേ. ഇവന്മാരെയൊക്കെ ആയിട്ട് ഇത് പിടിച്ച് നിൽക്കണമെങ്കിൽ എന്തൊരു പാടാകും. ദേ ആർ സോ ഫാസ്റ്റ്. നമ്മൾക്ക് ആകെപ്പാടി അറിയാം ഇതിനകത്ത് വേർഡിനകത്ത് പരിപാടിയും പ്രിൻ്റ് ചെയ്യാൻ അറിയും. ബാക്കി ഒരു പണിയും പലർക്കും അറിയാൻ പറ്റില്ല. പിന്നെ ഇതുമൊക്കെ ആയിട്ട് നടക്കും. ഇന്നാളൊരിക്കൽ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം ഇപ്പം നമുക്കറിയാം ഈ ഫോണുകളുടെ ലോകമാണല്ലോ. ഇപ്പം ഈ ഫോൺ അങ്ങ് യോഗത്തിൽ നിന്ന് അടിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് തലേദിവസം ഉണ്ട് കിട്ടി. യോഗത്തിനകത്ത് ഒന്ന് ഫ്ലാഷ് ചെയ്യാൻ കൊണ്ടുവന്ന് അമ്മച്ചി ആൻറ്റി കൊണ്ടുവന്നാണ്. പക്ഷേ ഇതിനെ ഓഫ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. പുള്ളിക്കാരത്തി ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു, വെളിയിലോട്ട് ഓടിപ്പോയി തിരിച്ചു പിന്നെ കയറി വന്നിരുന്നു. രണ്ടാമത് ഇവൻ അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പാട്ട് വെച്ചു കൊടുത്തിരിക്കുക. ആരാണ്ട് പിള്ളേർ പാട്ട് ഭയങ്കര പാട്ടാണ് യോഗത്തിലൊക്കെ. അവസാനം പുള്ളിക്കാരത്തി ഇതുമായിട്ട് പോയി പിന്നെ തിരിച്ച് കയറിയില്ല യോഗത്തിൽ. I mean, technologically things are changing. നമ്മളെല്ലാം മാറിക്കൊണ്ടിരിക്കുക അല്ലയോ? Children are very smart. ഇനി ഈ പിള്ളേർ ഇത്രയും മിടുക്കരായ പിള്ളേർക്ക് ദൈവവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തി ചോദിക്കുക എന്തോ ആയിരിക്കും അല്ലേ? ഈ ഭൂമി അവന്മാർ കീഴ്മേൽ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം. ദൈവത്തിന് ഇവരെ കൊണ്ട് പ്ലാൻ ഉണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ഹിസ് ചിൽഡ്രൻ. എന്നാൽ ആ പ്ലാനുകൾ പിശാചിനും അറിയാം. അവൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, നിന്റെ പദ്ധതിയിൽ വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഐ വിൽ നോട്ട് അലൗ യു ടു ഗെറ്റ് ഇൻ ടു യുവർ പർപ്പസ്. നീ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വെളിക്കളയും. പ്രൈസ് ഗോഡ്. So I just want to share with you some of the strategies
this Nebuchadnezzar has used to destroy, to annihilate, to wipe out this Jewish culture from the face of the earth. ഭൂമിയിൽ നിന്ന് ഇവരെ തുടച്ചു മാറ്റുവാൻ ഇവൻ നമുക്കറിയാം ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. ഓൾ ദ ടൈം മിഡിൽ ഈസ്റ്റിൽ അവരുടെ ചുറ്റും കിടക്കുന്ന ആളുകളെല്ലാം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇവരുമായിട്ട്. their story is a story of battles. എപ്പോഴും യുദ്ധങ്ങളാണ്. എന്നാൽ അവിടെ പിന്നെയും എഴുന്നേറ്റ് വരിക. ഇസ്രായേൽ ഡിഫീറ്റ് ഉണ്ടായെങ്കിലും പിന്നെ എഴുന്നേറ്റ് വരുന്നു, പിന്നെ യുദ്ധത്തിൽ പോകുന്നു, തോക്കുന്നു, എഴുന്നേൽക്കുന്നു, ജയിക്കുന്നു, ഇങ്ങനെ വരിക. Now Nebuchadnezzar comes to destroy. He comes to conquer. ഈ പ്രാവശ്യം പുള്ളിയുടെ പരിപാടി ശ്രദ്ധിച്ചോണം. He has a plan. യെരുശലേമിൽ നിന്ന് വന്ന് ഇവരെ പിടിച്ചോണ്ട് ഇവിടെ ഡിസ്ട്രോയ് ചെയ്ത് ജയിച്ചിട്ട് ഒരു കൊടി നാട്ടിയേച്ച് ബാബിലോണിന്റെ കിങ്ഡം എന്ന് പറഞ്ഞേച്ച് തിരിച്ചു പോകാൻ പ്ലാൻ ഇല്ല ഈ പ്രാവശ്യം. തനിക്കറിയാം അത് ചെയ്തേച്ച് പോയാൽ, if he were to do that, what happens is actually these people will group together, they will plan together, they will rise up, they will overthrow the Babylonian government. So he has to have a permanent solution to the issue. നിങ്ങളൊരു കാര്യം ഓർത്തണം, ദൈവസഭയെ എപ്പോഴും there is a war between the kingdom of God and the kingdom of Satan. How many of you believe there is a war? Yes. നമുക്ക് വലിയ പോരാട്ടമുണ്ട്. വേദോസം നമുക്ക് പോരാട്ടമുള്ളത് നിന്റെ അപ്പുറം ഇരിക്കുന്ന ആളോടല്ല, ജഡരക്തങ്ങളോട്, പിന്നെ ആരോടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും. ഒരു അൺസീൻ ഫോഴ്സുമായിട്ടൊരു കോൺസ്റ്റന്റ് വാർഫെയറിലാണ് നമ്മളായിരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് എ വാർഫെയർ, മേ ബി യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യു ഹാവ് എ വാർഫെയർ. നിനക്കൊരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പോരാട്ടം ഉള്ളവരൊക്കെ ഇന്ന് സ്വതന്ത്രം പറഞ്ഞു. യെസ്, പോരാട്ടം ഭയങ്കര പോരാട്ടമാണ്. എവിടെങ്കിലും നമുക്കൊരു കൊളുത്തിടാൻ നോക്കിക്കൊണ്ടിരിക്കുക. Now I want to come back to my story here, to the text here, to the book of Daniel. Now you turn to chapter 1. Now this is the background of it. Okay? യുദ്ധം ജയിച്ചു. ഇനി ഇവരെ മൊത്തമായിട്ട് നശിപ്പിക്കാൻ, വൈപ്പ് ഔട്ട് ചെയ്യാൻ ഒരു പ്ലാൻ നെബൂഖദ്നേസർ ഡിസൈൻ ചെയ്യാം. സോ അതിനാ ചെയ്യുന്ന ചില സ്റ്റെപ്പുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക. I want to show you some of the things. Verse 3. It says, then King ordered Aspenaz, the chief of his officials, to bring in some of the sons of Israel, including some of the royal family under the nobles, youth, listen, pay attention to this, okay? Youth in whom was no defect, who were good looking, showing intelligence in every branch of wisdom, endowed with understanding, discerning knowledge, and who had ability for serving in king's court. മലയാളത്തിൽ അത് വായിക്കുന്നത് എങ്ങനെയാണ്? അനന്തൻ രാജാവ് ഷണ്ഡന്മാരിൽ പ്രധാനിയായ അസ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്ധികളിലും കുലീനന്മാരിലും വെച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാർ. I want to tell you something. Satan is not looking for some dumb ones. You're a smart guy. Satan has got his eyes on you. ഇന്ന് രാവിലെ ഉച്ചയിൽ വിളിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാൻ, നിന്റെ കുഞ്ഞ് സ്മാർട്ട് ആണെങ്കിൽ ഒരു കാര്യം ഓർത്തണം, ശക്തമായി നീ പ്രാർത്ഥിച്ചോണം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകമായിട്ട്. Lord, I am praying for my child that he will grow up in the fear and the plan of God. Praise God. ഇവിടെ ശ്രദ്ധിച്ച ആളുകളെ നോക്കണ്ടോ? He wants only smart ones, the sharp ones, good looking ones, intelligent ones, who have aptitude for learning, all kinds of wisdom. ഇതെല്ലാം വളരെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഫസ്റ്റ് ഐഡിയ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആസ്പനാസിനോട് പറയാ, നീ ഇവിടെ പോയേച്ച് ഒന്ന് സ്കൗട്ട് ചെയ്ത് ഒന്ന് സർവേ ചെയ്തേച്ച് ഇങ്ങനെയുള്ള പിള്ളേരെ കണ്ടാൽ അവന്മാരെ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. സോ സ്റ്റെപ്പ് നമ്പർ 1 ഈസ് കോൾഡ് ഐസൊലേഷൻ. എവരിബഡി സേ ഐസൊലേഷൻ.
ഐസൊലേഷൻ. ഒന്നുകൂടെ പറഞ്ഞേ. സോ പിശാചിന്റെ ആദ്യത്തെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ പോകണമെന്നൊന്നുമില്ല, അമേരിക്ക വരണമെന്നൊന്നുമില്ല. ലണ്ടനിൽ നീ പാർക്ക് നടത്തി തന്നെ അവനെ ഐസൊലേറ്റ് ചെയ്യാൻ ഒക്കും. ഐസൊലേഷനിൽ ഷൂട്ട് ഡൗൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഷൂട്ട് ഡൗൺ ഇൻ ഐസൊലേഷൻ. പ്രൈസ് ദി ലോർഡ്. വെരി എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ടുവരാൻ പറഞ്ഞു? എവിടെ കൊണ്ടുവരാൻ പറഞ്ഞു? കം ബ്രിങ് ദം ടു ബാബിലോൺ. Don't leave them there. Don't open up a school there. അതിനൊക്കെ ഒത്തിരി കാരണമുണ്ട്. യെരുശലേമിൽ നിങ്ങൾ വിചാരിച്ചു, യെരുശലേമിൽ വന്നേച്ച് അവിടെ ഒരു ബ്രെയിൻ വാഷിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് വെച്ചു. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഡൂയിങ്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ അവിടെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുക. ഇറ്റ് റിമൈൻഡ്സ് ദം അബൌട്ട് ഗോഡ്. ഇല്ലയോ? അവിടെ ഒരു വീട്ടുപേര് എഴുതി വെച്ചിട്ടുണ്ട്, ബഥേൽ. That takes them to Bethel. Leo. What are they shaking out? What's your name? John. Man, that's one of the disciples. What's your name? I'm James. Man, that's also I know. Someone say, I'm Lazarus. Someone say, I'm Mary. It reminds them about faith. It reinforces their faith. Praise the Lord. പിശാചിന്റെ ആഗ്രഹം നിന്റെ വിശ്വാസത്തിന് കടുപ്പം കൂട്ടാതിരിക്കുവാൻ എന്തെല്ലാം ചെയ്യാനൊക്കെ അത് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് നാളെ ഒരു യോഗത്തിന് പോയാൽ അവിടെ ചെന്നാൽ നീ കുറച്ചും കൂടെ ശക്തി, വേറെ ദിവസം പറയുന്നു തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേപോലെ. അപ്പോൾ ഒരു യോഗത്തിൽ പോയിരിക്കുമ്പോൾ കഴിഞ്ഞ യോഗത്തിൽ ഇതിനേക്കാൾ നിനക്ക് തേജസ്സുള്ളവനായിട്ട് മാറും. അപ്പോൾ അതിനെന്ത് ചെയ്യുക? അവിടെ പോകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പണിയുണ്ടോ അതെല്ലാം ഉണ്ടാക്കും. ഇല്ലേ? എല്ലാം ബിബ്ലിക്കലാണ്. ഒരിക്കലും പുള്ളി പറഞ്ഞു, എൻ്റെ പേര് ജോൺ, എൻ്റെ ഭാര്യയുടെ പേര് മേരി, ഞങ്ങളുടെ വീട്ടുപേര് ബഥേൽ. അവിടെ ഒരു സൈൻ ബോർഡ് തൂക്കിയിട്ടുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്സ്. അതും വേദോസത്തിലുണ്ടെന്ന് തോന്നുന്നു, നായ്ക്കളെ സൂക്ഷിക്കാന്ന്. ഞങ്ങൾ ഫുൾ ബിബ്ലിക്കൽ ഫാമിലിയാന്ന് പറഞ്ഞു. I mean, whatever it is, it reminds you about God. ഇല്ലയോ? അങ്ങോട്ട് പോകുന്ന വഴിക്കായിരിക്കും ഒരു ദേവാലയം കാണുന്നത്, സെന്റ് ജോൺസ് കത്തീഡ്രൽ കാണുന്നത്. അവിടെ ഇവനെ മെരുക്കാൻ പോയ ശരിയാകില്ല. ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുവരണം. പ്രൈസ് ഗോഡ്. ഞാനിത് പറയുമ്പോൾ ഞാനൊരു കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വർഷങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പം എൻ്റെ തലയിൽ നോക്കിയാൽ വെളുത്തിരിക്കും, ചിലരുടെ തലയിൽ നോക്കിയൊന്നുമില്ല. എൻ്റെ സ്നേഹിതനുണ്ട് ഒരാളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹം തലയിലൊന്നുമില്ല. ഇപ്പം എന്തെടുക്കാനത്? യങ് ആണ്, പക്ഷെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം എന്നെ നോക്കി ഒരു പക്ഷേ പറയും, ഇയാളെ കണ്ട ഓൾഡാണ്. എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ഒന്നുമില്ല, എൻ്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടല്ലോ അപ്പാ. എനിവേ ലിസൺ, കോളേജ് ക്യാമ്പസുകളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഐ കൻ ടെൽ യു തിങ്സ്. ഈവൻ അമേരിക്കയിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടുന്ന് കോളേജ് ക്യാമ്പസിൽ വീട്ടിൽ നിന്ന് 12ാം ക്ലാസ് വരെ വീട്ടിലാണ്. ഹൈസ്കൂളിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരു കയ്യിൽ ഹൈസ്കൂൾ കഴിഞ്ഞാൽ വീട്ടിൻ്റെ അരികിൽ യൂണിവേഴ്സിറ്റി ഇവിടെ ചിലപ്പോൾ കിട്ടില്ല. സോ ഹി ഗോസ് ടു എ ഫാർ അവേ പ്ലേസ്. അവിടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ കൈകൊട്ടി പാടുന്ന പുള്ളികളൊന്നും അവിടെ ഇല്ല, തമ്പരടിക്കുന്നതിനും അവിടെ ഇല്ല, അന്യഭാഷ പറയുന്നതിനും അവിടെ ഇല്ല. പിന്നെ അവൻ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ ആളില്ല. ശനിയാഴ്ച രാത്രി താമസിച്ച് കിടന്നാൽ ഈ വേക്സ് അപ്പ് മോർണിംഗിനോ ലിറ്റിൽ 8:30-9 മണിയായോ, ഇനി ബോട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ആദ്യത്തെ ദിവസം ഇൻ്റർനെറ്റ് നോക്കും, പിന്നെ TV നോക്കും, പിന്നെ എങ്ങും നോക്കില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നത് ഇതുപോലെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന യൗവനക്കാർ പിള്ളേർ വായിൽ നിന്ന് സിഗരറ്റ് എടുക്കാത്തവന്മാരെ ഞാൻ കാണിച്ചു തരാം. കള്ളു കുടിച്ച് എള്ളരിച്ച വഴിയിൽ ഓടയിൽ കിടന്നവനെ ഞാൻ പൊക്കിയിട്ടുണ്ടോ? ചോദിച്ചോ, മോനെ എവിടെ നിന്നാടാ? പാഷയുടെ മോനാ. പ്രൈസ് ദി ലോർഡ്. വഴി തെറ്റിപ്പോൻ അതിന് സമയമൊന്നും വേണ്ട. ഒരു കാര്യം ഓർത്താൻ, ചില സമയത്ത് നിന്റെ വീട് വിട്ട് നിനക്ക് പോകേണ്ടി വരും. You may have to go. There may be an isolation. There is no other way. But ഒരു കാര്യം നീ ഓർത്തോണം, learn to survive in isolation. Young people learn to survive in isolation. Praise God. നീ എവിടെ പോയി പാർത്താലും, praise the Lord, അവിടെ ദൈവത്തെ വിളിക്കാൻ നീ മറക്കരുത്. നിന്നെ കാണുന്ന 2 കണ്ണുകൾ അവിടെ ഉണ്ട്. നിന്നെ സ്പർശിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവം. You cannot run away from God. Young man, young woman, listen to this carefully. There's a God who sees you. Praise God.
In the place where I come from, അമേരിക്കയിൽ, നിങ്ങളവിടെ അമേരിക്കയിൽ 18 വയസ്സ് കഴിഞ്ഞ് ഹൈസ്കൂൾ പൂർത്തിയാക്കുന്നവരുടെ മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞു. അവിടുത്തെ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ്സിനോട് ചോദിക്കുക, നിങ്ങളിൽ വെർജിനിറ്റി ഉള്ളവർ അല്ലെങ്കിൽ കന്യകത്വം ഉള്ളവർ, ജീവിതത്തെ സ്പോയിൽ ചെയ്യാത്തവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 100 പേരെ എടുത്താൽ 10-ൽ താഴെ അധികം കൈകളെ പൊങ്ങുള്ളൂ. 93% ആളുകളും ഒന്നോ അതിലധികമോ പ്രാവശ്യം അവിഹിതമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്. കൻ യു ഇമാജിൻ ദാറ്റ്? ബ്രിട്ടനിലെ സ്ഥിതിയും മൊത്തം എടുത്താൽ ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കും. ഈ അടുത്തിടയിൽ എൻ്റെ ഒരു സ്നേഹിതൻ, ഇന്ത്യൻ പോപ്പുലേഷൻ, ദിസ് ഇൻക്ലൂഡ്സ് ബിലീവേഴ്സ്, അൺബിലീവേഴ്സ്, അല്ലാത്തവരും ഒക്കെ ഉണ്ട്, അവരുടെ ഇടയിൽ നടത്തിയ ഒരു സോഷ്യൽ സർവേ എന്നോട് പറഞ്ഞു, ജേക്കബ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഇഷ്യൂ ഇൻ അവർ കമ്മ്യൂണിറ്റി? ഞാൻ പറഞ്ഞു, 90+ ആണ് മൊത്തം കമ്മ്യൂണിറ്റി ഉള്ളതെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടേത് മേ ബി 35-40%. എന്നോട് പറഞ്ഞു, യു ആർ മിസ്റ്റേക്കൺ. It is over 65. ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞത്? Over 65. ഐസൊലേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്ന അറിയാമോ? നീ ആരാണെന്ന് നീ അറിയണം. കുഞ്ഞിനെ കോളേജിലേക്ക് പറഞ്ഞു വിട്ടേച്ച് ഒരാഴ്ചത്തേക്കുള്ള ബീഫ് ഫ്രൈയും കൂടെ കൊടുത്തു വിടുമ്പോൾ മുട്ടുമടക്കി നീ പ്രാർത്ഥിച്ചോണം, അമ്മ. You must pray because they live in a world where Satan is trying to destroy them. ഇനി ആമ്പിള്ളേരുടെ പണി എന്നാന്ന് അറിയോ? ആമ്പിള്ളേരുടെ പണി ബിയർ അടി ഭയങ്കരമായിട്ട് മാറിക്കുക. ബിയർ അടി. ഞാൻ ഒരുത്തോട് ചോദിച്ചു, ഡു യു ഡ്രിങ്ക് ആൽക്കഹോൾ? നോ, ജസ്റ്റ് ബിയർ. അതിൻ്റെ പേരെന്തോടാന്ന് ചോദിച്ചു. നിനക്ക് ബിയറോ? അത് ആൽക്കഹോൾ അല്ലയോ? അതന്നെ ആൽക്കഹോൾ. കഫ് സിറപ്പിനകത്ത് 15-25 കൊണ്ടല്ലോ. ഇത് ഓൺലി 5%. നോ ബിഗ് ഡീൽ. ജീസസ് ലവ്സ്. ഏത് ജീസസ് ആണെന്ന് ചോദിച്ചു. ഏത് ജീസസ് ആണെന്ന് ചോദിച്ചു. കാനാവിൽ കർത്താവ് എന്ത് ചെയ്തു? എന്നാൽ ഞാൻ പറഞ്ഞു, നീ കാനാവിലോട്ട് പോകാൻ പറഞ്ഞു. ലിസൺ, ഇവരെല്ലാം പാർട്ടി, ശനിയാഴ്ച വൈകിട്ട് കൂടി പാർട്ടി കൂടുക. ബർത്ത്ഡേ കൂടുമ്പോൾ എത്രയാ ഇഷ്ടം പോലെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു 1-2 ഹൈസ്കൂൾ ഗ്രാജുവേഷൻ പാടുക. വിശ്വാസികളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. വലിയൊരു സ്ഥലത്ത് കൂടിയിരിക്കാതെ ഫുഡ്, ആപ്പിറ്റൈസേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ വലിയൊരു ചരുവത്തിനകത്ത് ഭയങ്കര വൈൻ കുപ്പികൾ ഇത് പൊടിച്ചിട്ടിരിക്കുക, ഐസൊക്കെ പൊടിച്ചിങ്ങനെ ഇരിക്കുക. അത് കുടിച്ചോണ്ടിരിക്കുന്ന പക്തന്മാർ. കല്യാണ വേളകളിൽ ഫുൾ ബാറാണ് ഒരു സൈഡിൽ. ഇതൊക്കെ പെന്തക്കോസിന്റെ 3-ാം തലമുറയുടെ കാര്യമായി പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരിക്കലും വെടിവെക്കാമെന്ന് റെഡിയാകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിച്ച് 2 വെടി കൊള്ളാനുള്ള ആരോഗ്യം കൊണ്ടിരിക്കും. ഇവിടെ ഇത് പറഞ്ഞു വെക്കത്തുള്ളൂ. നിങ്ങളിവിടെ ഒരു കാര്യം ഓർത്താണ്, ഇപ്പം നമ്മുടെ കയ്യിൽ ഈ പിള്ളേർ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ വന്നിരിക്കുന്ന ഒരു 10-15 വർഷത്തെ, അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് യു 10 years or 10 to 15 years, ഒരു give me a 5 to 10 years ago, 10 years later, you will have struggles. So be on your guard. നമ്മൾ ഇപ്പോഴേ റെഡി ആയിക്കോണം. ഐസൊലേഷന് വേണ്ടി നമ്മളെ മക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തേ ഒക്കത്തുള്ളൂ. മക്കളെ, serve the Lord, seek him with all your heart. Whatever happens in your life, just seek the Lord with all your heart. There may be times നമ്മുടെ ഇടയിൽ നിന്നൊക്കെ പോകേണ്ടതായിട്ട് വരും. So first strategy was isolation. Now look at this last part of verse 4. അവിടെ ഇങ്ങനെ ഇരിക്കുക, and he ordered him to teach them the literature and the language of the Chaldeans. അവിടെ ഇരിക്കുകയാണ്, ഇവരെ കൊണ്ടുപോകുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. Teach them the language and the literature of the Babylonians. പിശാചിന്റെ രണ്ടാമത്തെ സ്ട്രാറ്റജി, ഒന്ന്, നിന്നെ ഐസൊലേറ്റ് ചെയ്യുക, നിന്നെ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുക, കൂട്ടായ്മയിൽ നിന്ന് വേർതിരിക്കുക, പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തുക. പ്രൈസ് ദി ലോർഡ്. നീ you go with cool friends. I'm just looking at the hairstyle of our young small children here. They look really nice.
ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ചെന്ന് പിള്ളേരുടെ തല കൈ വെക്കുമ്പോൾ ഇതിനകത്തോട്ട് ഇവിടെ കയറുമെന്ന് എനിക്ക് പേടിയാകും. ഈ ജെല്ലിങ്ങനെ അടിച്ച് നിൽക്കില്ല, ജെല്ലടിച്ച് ഇങ്ങനെ ആണി നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. കൈ വെച്ച് പോയാൽ തീർന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് പൊഴിയും. I'm not against that. If there's a gel, nice one, put it on. I'm just saying the trends are really changing, okay? പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, സൈറ്റന്റെ രണ്ടാമത്തെ പരിപാടി ബ്രെയിൻ വാഷ് എന്നുള്ളതാണ്. He wants to teach you the language and the literature of the Babylonians. Praise the Lord. അത് പഠിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാണെന്ന് നമുക്കറിയാം. എവിടാ? നമ്മുടെ വീട്ടിലിരിക്കുന്ന ടെലിവിഷൻ. വീട്ടിലിരിക്കുന്ന ടെലിവിഷൻ